وأن المساجد لله فلا تدعوا مع الله أحدا. പള്ളികൾ അല്ലാഹുവിനുള്ളതാകുന്നു, അതിനാൽ നിങ്ങൾ അല്ലാഹുവോടൊപ്പം ആരെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. وأنه لما قام عبد الله يدعوه كادوا يكونون عليه لبدا. അല്ലാഹുവിന്റെ ദാസനായ നബി അവനോട് പ്രാർത്ഥിക്കുവാനായി എഴുന്നേറ്റു നിന്നപ്പോൾ അവർ അദ്ദേഹത്തിന് ചുറ്റും തിങ്ങിക്കൂടുവാനൊരുങ്ങി. قل إنما أدعو ربي ولا أشرك به أحدا. നബിയെ പറയുക, ഞാൻ എന്റെ രക്ഷിതാവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ, അവനോട് യാതൊരാളെയും ഞാൻ പങ്കുചേർക്കുകയില്ല. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഇവിടെ പുതുതായി ഒരു ആരാധനാലയം ഉദ്ഘാടനം ചെയ്യപ്പെട്ട വേളയിൽ ഒരു ഗ്രാമത്തിൻ്റെ ആഘോഷം പോലെ എല്ലാ വിഭാഗം ആളുകളും ഒന്നിച്ചിരുന്ന് സന്തോഷം പങ്കുവെക്കുന്നത് വളരെ ഹൃദയഹാരിയായ ഒരു അനുഭവമാണ്. ഹൃദയത്തിന് മനസ്സിന് സന്തോഷം നൽകുന്ന ഒരനുഭവമാണ് ഇത്. നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുസ്വരതയും മതേതരത്വവും കാത്തു സൂക്ഷിക്കുന്നതിന് സഹായകമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബഹുസ്വരതയും വൈവിധ്യവും ദൈവികമാണ്. ദൈവം, പടച്ചവൻ അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരേ രൂപത്തിലല്ല, ഒരേ വലിപ്പത്തിലല്ല, ഒരേ ഉയരത്തിലല്ല. എല്ലാത്തിലും വ്യത്യാസമുണ്ട്. മനുഷ്യർ ഒരേ ഭാഷ സംസാരിക്കുന്നവരല്ല, ഒരേ വേഷം ധരിക്കുന്നവരല്ല, ഒരേ രൂപത്തിലുള്ള ആഹാര സമ്പ്രദായം പാലിക്കുന്നവരല്ല, ഒരേ രൂപത്തിൽ ചിന്തിക്കുന്നവരുമല്ല മനുഷ്യർ. വൈവിധ്യം ധാരാളമായുണ്ട്. ഈ വൈവിധ്യം പരസ്പരം അംഗീകരിക്കുകയും ഓരോ മനുഷ്യനും അവന് കൂടുതൽ ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുത്ത് ആചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുക എന്നതാണ് വൈവിധ്യം നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ സമാധാനം വളർത്തുവാനുള്ള ഒരേ ഒരു മാർഗം. വൈവിധ്യം വൈരുദ്ധ്യമാകാതിരിക്കാൻ അത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസം മുഴുവൻ ജനങ്ങൾക്കും ആവശ്യവുമാണ്. ആരാധനാലയങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ തുടക്കത്തിൽ തന്നെ നാം ശ്രദ്ധിച്ചാൽ, അന്ന് മുതൽക്ക് തന്നെ നാം ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരുപാട് ഉപകാരമുണ്ടാകും. നമ്മുടെ ഭരണഘടന മതസ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട്. മതസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ മതം വിശ്വസിക്കുവാനും അനുഷ്ഠിക്കുവാനും പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമാണ്. 3 കാര്യങ്ങളാണ്. മതം വിശ്വസിക്കാം, അത് അനുഷ്ഠിക്കാം, അത് പ്രചരിപ്പിക്കാം. പക്ഷേ ഭരണഘടനയിൽ ഈ മതസ്വാതന്ത്ര്യത്തിന് ചില ക്ലോസുകൾ, ചില നിബന്ധനകൾ. ആ നിബന്ധന ഒന്ന്, പൊതുജനങ്ങൾക്ക് ദോഷമാകാൻ പാടില്ല എന്നാണ്. മറ്റൊന്ന്, പൊതുജനാരോഗ്യത്തിന് ദോഷം വരുത്താൻ പാടില്ല എന്നാണ്. അപ്പം ജനങ്ങളുടെ സമാധാന ജീവിതം തടസ്സപ്പെടുത്തുന്നതോ മനുഷ്യരുടെ ആരോഗ്യത്തിന് ഹാനി വരുത്തുന്നതോ ആയ വിധത്തിൽ മതസ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടിട്ടില്ല നമ്മുടെ രാജ്യത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ എൻ്റെ മതം അനുഷ്ഠിച്ച് ജീവിക്കുന്നത് കൊണ്ട് മറ്റേതെങ്കിലും ഒരു മനുഷ്യന് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിക്കൂടാ. നമ്മളിൽ ഒരാൾ അയാളുടെ വിശ്വാസം അനുഷ്ഠിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് മറ്റൊരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല എന്നത് ഭരണഘടനയുടെ താല്പര്യമാണ്. വലിയ മഹാന്മാരായ ചിന്തകന്മാരായ മനുഷ്യസ്നേഹികളായ ആളുകൾ
ദീർഘകാലം ആലോചിച്ച് പഠനം നടത്തി ഗവേഷണം നടത്തിയിട്ടാണ് ലോകത്തിന് തന്നെ ഏറെ മാതൃകയായ ഇന്ത്യൻ ഭരണഘടന രൂപപ്പെട്ടിട്ടുള്ളത്. ഇത് ഞാൻ അല്പം വിശദീകരിക്കാനുള്ള കാരണം ഇന്ത്യ രാജ്യം പോലെ വൈവിധ്യങ്ങളുള്ള മറ്റൊരു രാജ്യവും ലോകത്തില്ല എന്നതുകൊണ്ടാണ്. പല കാര്യങ്ങളിലും നമുക്ക് ഈ വ്യത്യാസവും കാണാൻ സാധിക്കും. നമ്മുടെ രാജ്യത്ത് മതത്തിൻ്റെ ചരിത്രം എത്ര നൂറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങൾ ആണ് അതിൻ്റെ ചരിത്രമെന്ന് ചോദിച്ചാൽ ആർക്കും തിട്ടപ്പെടുത്താൻ കഴിയില്ല. അത് ഇവിടെ നിന്ന് മാത്രമല്ല, മതങ്ങളുടെ മൊത്തം ചരിത്രം എത്രയാ? ഈ ലോകത്ത് ആദ്യം പിറവി കൊണ്ട മനുഷ്യൻ മുതൽ വിശ്വാസമുള്ളവരാണ് എല്ലാവരും. വിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണത്തിൽ ലോകത്തെ ആദ്യത്തെ മനുഷ്യൻ്റെ പേര് ആദം എന്നാണ്, ആദം അലൈഹിസ്സലാം. ആ ആദമിനെ ഭൂമിയിലേക്ക് അയക്കുന്ന സമയത്ത് ദൈവം നൽകിയ നിർദ്ദേശം ഇങ്ങനെയാണ്: നിങ്ങൾ ഭൂമിയിൽ പോയി താമസിക്കുക. ആദമിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും ഭൂമിയിലേക്ക് അയക്കുമ്പോൾ നൽകിയ നിർദ്ദേശം, നിങ്ങൾ ഭൂമിയിൽ പോയി താമസിക്കുക. അവിടെ നിങ്ങൾക്ക് എന്നിൽ നിന്നുള്ള മാർഗദർശനം വന്നു കിട്ടും. ആ സന്മാർഗദർശനം ആരനുധാവനം ചെയ്ത് ജീവിക്കുന്നുവോ അവർ ദുഃഖിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. ദൈവിക ദർശനങ്ങൾ ശിരസാ വഹിച്ചുകൊണ്ട് ജീവിച്ചാൽ ദുഃഖവും ഭയവുമില്ലാത്തൊരു ജീവിതമുണ്ടാകുമെന്ന് ആദ്യത്തെ മനുഷ്യനോട് ദൈവം പറഞ്ഞിട്ടുണ്ട്. ഫൈമാ യഅതിയന്നകും മിന്നീ ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിൻ്റെ ഈ വചനം വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ ആദ്യത്തെ മനുഷ്യൻ ദൈവിക സന്ദേശം അനുസരിച്ച് ജീവിച്ചു പോന്നു. കുറേ കാലം കഴിഞ്ഞു, മക്കളും പേരക്കുട്ടികളുമായി അവരൊക്കെ തന്നെ ദൈവിക സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് ജീവിച്ചു പോന്നു. പക്ഷേ ആളുകൾ പെറ്റുപെരുകി സമൂഹത്തിൽ പലയിടത്തുമായി വീണ്ടും അധർമ്മങ്ങൾ ഉണ്ടാവുകയും മനുഷ്യൻ വഴിപിഴയ്ക്കുകയും ചെയ്യുമ്പോൾ മറ്റൊരു പ്രവാചകനെ അള്ളാഹു നിയോഗിക്കുന്നു. അങ്ങനെ ലോകത്ത് പല ഭാഗങ്ങളിലായി, പല ഭൂഖണ്ഡങ്ങളിലായി ഖുർആനിൻ്റെ ഭാഷയിൽ എല്ലാ സമൂഹങ്ങളിലേക്കും പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്നാണ്. വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. ഒരൊറ്റ സമൂഹവുമില്ല ഒരു മുന്നറിയിപ്പുകാരൻ വന്നിട്ടല്ലാതെ എന്ന്. വലിക്കുല്ലി ഖൗമിൻ ഹാദ്. എല്ലാ സമൂഹത്തിനും ഒരു മാർഗദർശിയുണ്ട് എന്ന്. ആ മാർഗദർശിയെയാണ് പ്രവാചകന്മാരെന്ന് വിളിക്കപ്പെടുന്നത്. ലക്ഷത്തിലധികം പ്രവാചകന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്നിട്ടുണ്ട്. 25 ആളുകളുടെ പ്രവാചകന്മാരുടെ പേര് മാത്രമാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ എല്ലാ സമൂഹത്തിലും പ്രവാചകന്മാർ വന്നു എന്നും ഖുർആൻ പറയുന്നു. അതുകൊണ്ടാണ് പ്രവാചകന്മാർ ആദ്യം വന്ന ഒരു പ്രവാചകന്റെ ആശയത്തിൻ്റെ പുനഃപ്രഖ്യാപനമാണ് പിന്നെ വന്ന പ്രവാചകൻ ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്, ബൈബിളിൽ അത് പറഞ്ഞിട്ടുണ്ട്, ഭാരതീയ തത്വശാസ്ത്രങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. ആരും എൻ്റെ സന്ദേശം അത് മറ്റൊന്നിനെതിരാണെന്ന് പറഞ്ഞിട്ടില്ല. ധർമ്മം സംരക്ഷിക്കുന്നതിന് വേണ്ടി, അധർമ്മം ഇല്ലാതാക്കുന്നതിന് വേണ്ടി ആവർത്തിച്ചാവർത്തിച്ച് സന്ദേശങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് എല്ലാ മതവിഭാഗങ്ങളും വിശ്വസിച്ച് പോരുന്നത്. അതുകൊണ്ട് തന്നെ എത്രയോ പുരാതന കാലം മുതൽ നമ്മുടെ രാജ്യത്ത്, ഈ ഭാരതത്തിൽ മതവും വിശ്വാസവും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആ മതവും വിശ്വാസവും ആത്മീയതയും മൂല്യങ്ങളും ധർമ്മങ്ങളും മനുഷ്യനെ മനുഷ്യനാക്കി വളർത്തുവാൻ വേണ്ടി ഉപദേശങ്ങൾ നൽകി പോരുന്നതാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രം നോക്കിയാൽ ഞാൻ സൂചിപ്പിച്ച ഈ ബഹുസ്വരത, സ്നേഹം, ബഹുമാനം, കാരുണ്യം, പരസ്പര സഹായം എന്നിവയിൽ അധിഷ്ഠിതമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഇന്ത്യയിൽ ആദ്യകാലത്ത് സനാതന ധർമ്മം എന്ന പേരിൽ കുറേ മൂല്യങ്ങളും ധർമ്മങ്ങളും ജനങ്ങൾക്ക് പഠിപ്പിച്ചു പോന്നിട്ടുണ്ട്. വേദഗ്രന്ഥങ്ങളിലായി, ഉപനിഷത്തുക്കളിലായി, മഹർഷിമാരുടെ ഉപദേശങ്ങളിലായി, മുനിമാരുടെ സന്ദേശങ്ങളിലായി വന്നിട്ടുണ്ട്. അതിനുശേഷം ഇന്ത്യയിൽ തന്നെ
പിൽക്കാലത്ത് അത് ഹിന്ദു മതം എന്നറിയപ്പെട്ടു. ഇന്ത്യയിൽ തന്നെ ബുദ്ധമതവും ജൈനമതവും ഉണ്ടായി. അവരുടെ വിശ്വാസങ്ങളും അവരുടെ ആശയങ്ങളും ഇന്ത്യയിലെ ജനങ്ങൾ ഏറ്റെടുക്കുകയും വളർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. കുറേ കാലങ്ങൾക്ക് ശേഷം ഇന്ത്യയിലേക്ക് ജൂതമതം എത്തിച്ചേർന്നു. അതും ഇവിടെ വളർന്നു പന്തലിച്ചു. പിന്നീട് ക്രിസ്ത്യാനികൾ ഇന്ത്യയിലെത്തുകയും ക്രിസ്തുമതം ഇവിടെ പ്രചരിക്കുകയും ചെയ്തു. ഏറ്റവും അവസാനം ഇസ്ലാം മതം അതിൻ്റെ സന്ദേശവുമായി കുറച്ചുപേർ, വളരെ കുറച്ചുപേർ, കിട്ടിയ ചരിത്രത്തിലുള്ളത് 12 പേർ, അവരാണ് ഇന്ത്യയിലേക്ക് ആദ്യമായി അറേബ്യയിൽ നിന്ന് വന്നത്. അവരിവിടെ വന്നുകൊണ്ട് ജനങ്ങൾക്ക് നൽകിയ സന്ദേശങ്ങളിൽ മുൻ പ്രവാചകന്മാരുടെയും മുൻ മതഗ്രന്ഥങ്ങളുടെയും ആദർശത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പുനഃപ്രഖ്യാപനമാണിത് എന്നാണ് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് നല്ലതാണെന്ന് തോന്നി അത് സ്വീകരിച്ചാൽ എൻ്റെ പൂർവികരുടെയോ എൻ്റെ വേദഗ്രന്ഥങ്ങളുടെയോ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെയോ സന്ദേശത്തിനെതിരല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് തൃപ്തിപ്പെട്ടും ഇഷ്ടപ്പെട്ടും പല ആളുകളും ഇസ്ലാം ഈ നാട്ടിൽ സ്വീകരിച്ചത്. അതുപോലെ തന്നെയാണ് ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചത്. അതുപോലെ ജൂതമതവും ബുദ്ധമതവും ജൈനമതവും ഹിന്ദു മതത്തിൽ തന്നെ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടായപ്പോൾ അവർ പരസ്പരം ബഹുമാനത്തോടുകൂടി അതും അംഗീകരിച്ചത്. ഹിന്ദുമത വേദഗ്രന്ഥങ്ങളൊക്കെ വായിച്ചാൽ, പിൽക്കാല വ്യാഖ്യാനങ്ങൾ വായിച്ചാൽ അറിയാം, അതിൽ അദ്വൈതമുണ്ട്, അതിൽ ദ്വൈതമുണ്ട്, അതിൽ വിശിഷ്ടാദ്വൈതമുണ്ട്. ഇതൊക്കെ തമ്മിൽ ഇപ്പം ദൈവവും സൃഷ്ടികളും അതൊന്നു തന്നെയാണ്, അത് രണ്ടല്ല എന്നതാണ് അദ്വൈതം. അല്ല, അത് രണ്ടാണ് എന്നതാണ് ദ്വൈതം. അല്പം കൂടി സങ്കീർണമായതും മനസ്സിലാക്കാൻ കുറെ ദുർഗ്രാഹ്യതയുള്ളതുമാണ് വിശിഷ്ടാദ്വൈതം. ഇതിനൊക്കെ ഒരു വിശ്വാസവും ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും ഒക്കെയുണ്ട്. എന്നാൽ അത്ഭുതകരമായ ഒരു കാര്യം, ഞാൻ അടുത്ത് വായിച്ച ഒരു ഗ്രന്ഥത്തിൽ മനസ്സിലായത്, ദൈവനിഷേധിയായ ചില പണ്ഡിതന്മാരും നാട്ടിലുണ്ടായിരുന്നു. ഇപ്പൊ ചാർവാകനെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന് ദൈവവിശ്വാസമല്ലായിരുന്നു പോലും, എന്നാലും ചാർവാക മഹർഷി എന്ന് പേർ നൽകുകയും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും ചിന്തകളുമായി ജീവിച്ചോട്ടെ എന്നുമാണ് പൂർവികരായ നമ്മുടെ രാജ്യത്തുള്ള മുൻഗാമികളായ മനുഷ്യസ്നേഹികളായ ആളുകൾ ചിന്തിച്ചിട്ടുള്ളത്. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? മതത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും ചിന്തകളുമൊക്കെ പലയിടത്തും മാറി വരികയാണ്. മതം ജാതീയമായി തീരുകയാണ്. ജാതിയും മതവും തമ്മിൽ വ്യത്യാസമുണ്ട്, ഉണ്ടാവണം. ജാതി എന്ന് പറയുന്നത് ജനനത്തിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്നതാണ്. പിതാവ് ഏത് ജാതിയിലാണോ പുത്രനെ ആ ജാതിയിൽ വിളിക്കുന്നു. മതം എന്ന് പറയുന്നത് പിതാവിന്റെ ആശയമല്ലാത്ത, അദ്ദേഹത്തിന് വിശ്വാസമില്ലാത്ത ഒരു വിശ്വാസം മകൻ സ്വീകരിച്ചാൽ മകന്റെ മതം വേറെ, പിതാവിന്റെ മതം വേറെ. ഇത് വേഗം മനസ്സിലാകുന്ന ഒരു കാര്യം നമുക്കറിയാമല്ലോ. ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ എന്തെല്ലാം വിശ്വസിക്കണം, എന്തെല്ലാം ആചരിക്കണം, എന്തെല്ലാം ശ്രദ്ധിക്കണം. അതുപോലെ ക്രിസ്ത്യാനി ആകണമെങ്കിലും, അതുപോലെ സനാതന ധർമ്മികളാകണമെങ്കിലും എന്തെല്ലാം വിശ്വസിക്കണം, ചെയ്യണം, ചെയ്യാതിരിക്കണം എന്ന് നിയമമുണ്ട്. ഇപ്പൊ നമുക്ക് ചിലപ്പോഴൊക്കെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരും. ചില റിസർവേഷൻ, ചില പരിഗണനകൾ, കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ വേണ്ടി വരുമ്പോൾ നമ്മളത് വാങ്ങാൻ പോകുന്നത് തഹസിൽദാരുടെ അടുത്ത്, വില്ലേജ് ഓഫീസറുടെ അടുത്തൊക്കെയാണ്. ഞാൻ മുസ്ലിമാണ് എന്ന് ഒരു സർട്ടിഫിക്കറ്റ് വേണം, അല്ല ഒരാൾക്ക് ഹിന്ദു ആണ് എന്ന്, ക്രിസ്ത്യാനിയാണ് എന്ന് സർട്ടിഫിക്കറ്റ് വേണം. ഈ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറോ തഹസിൽദാരോ നൽകുന്നത് ആകെ അദ്ദേഹം നോക്കുന്നത് ആരാ മകനാ, എൻ്റെ മാതാപിതാക്കൾ ആരാ. ഇപ്പോൾ മാതാപിതാക്കൾ മുസ്ലിങ്ങളാണെങ്കിൽ ഇവൻ മുസ്ലിമാണ് എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കും. നമുക്കറിയാം, ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ ഏകദൈവത്തിൽ വിശ്വസിക്കണം, 5 നേരം നമസ്കരിക്കണം, ദിവസം റംസാനിൽ നോമ്പെടുക്കണം, സക്കാത്ത് കൊടുക്കണം, സത്യം പറയണം, മദ്യപിക്കാതിരിക്കണം, ഇങ്ങനെ കുറേ നിയമങ്ങളുണ്ട്. ഒരാൾ ഹിന്ദു ധർമ്മം പാലിച്ച് ജീവിക്കുന്ന ഹിന്ദു ആകണമെങ്കിൽ അതിനുമുണ്ട്, ക്രിസ്ത്യാനി ആകണമെങ്കിലുമുണ്ട്. നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ആരെങ്കിലും ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റിന് ചെന്നാൽ ഇപ്പോൾ വില്ലേജ് ഓഫീസർ ചോദിക്കോ, മോനെ നിനക്ക് മുസ്ലിം സർട്ടിഫിക്കറ്റാണ് വേണ്ടത്, നീ നമസ്കരിക്കലുണ്ടോ, നോമ്പെടുക്കലുണ്ടോ, സത്യം പറയലുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ പഠിച്ചവൻ്റെ അടുത്ത് അത് വേണ്ടി വരും മുസ്ലിം ആകണമെങ്കിൽ. നമ്മുടെ അധികാരിയുടെ അടുത്ത് അത് വേണ്ട. എന്താ കാരണം? ഇത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റാണ്, സമുദായ സർട്ടിഫിക്കറ്റ്.
ദൈവനിഷേധിയായ ഒരു മുസ്ലിമിനും അല്ലെ ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും മുസ്ലിമാണ് എന്നോ ഹിന്ദുവാണ് എന്നോ ക്രിസ്ത്യാനിയാണ് എന്നോ സർട്ടിഫിക്കറ്റ് വില്ലേജ് അധികാരികൾ കൊടുക്കും. നിഷേധിയായിരിക്കും, യുക്തിവാദിയായിരിക്കും. അപ്പൊ ഇപ്പോൾ സംഭവിച്ചത് കമ്മ്യൂണിറ്റിയെ മതമായി തെറ്റിദ്ധരിക്കുകയും മതത്തെ കമ്മ്യൂണിറ്റിയായി തെറ്റിദ്ധരിക്കുകയും ചെയ്തപ്പോൾ ആളുകൾക്ക് ജാതികൾ തമ്മിലുണ്ടാകുന്ന അസ്പൃശ്യതയും അകൽച്ചയും പോലെ പലപ്പോഴും ഈ മതങ്ങൾ തമ്മിലും മതവിശ്വാസികൾ തമ്മിലും അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ പല സ്ഥലങ്ങളിലും ഉണ്ടായി. അതെങ്ങനെ മാറ്റിയെടുക്കാം എന്നതാണ് ഇതുപോലെ ആരാധനാലയങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്. ഇവിടെ ആദ്യം വിളിച്ചു പറഞ്ഞ വാചകം അല്ലാഹു അക്ബർ എന്നാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ദൈവമാണ് ഏറ്റവും വലിയവൻ എന്നതാണ്. ദൈവമാണ് ഏറ്റവും വലിയവൻ എന്ന ആശയം എല്ലാ മതങ്ങൾക്കും അംഗീകരിക്കാവുന്ന ഒരാശയമാണ്. എല്ലാ വിശ്വാസികളും അംഗീകരിക്കുന്ന ഒരാശയമാണ് ഈശ്വരനാണ്, ദൈവമാണ് ഏറ്റവും വലിയവൻ എന്നത്. ഭാഷാപരമായ അജ്ഞതയും വ്യത്യാസവും അറിവില്ലായ്മയും മൂലം പലപ്പോഴും പല സംശയങ്ങളും ആളുകൾക്ക് സംഭവിക്കാറുണ്ട്. ഇപ്പം ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അള്ളാഹു എന്ന് മുസ്ലിങ്ങൾ പറയുന്നത് അത് മുസ്ലിങ്ങൾ മാത്രം പറയുന്ന ഒരു പേരല്ല. അറബി ഭാഷയിൽ ദൈവത്തെക്കുറിച്ച് പറയുന്ന വാക്കാണ് അള്ളാഹു എന്ന്. അറബികളായ ക്രിസ്ത്യാനികളും അറബി വംശജരായ ജൂതന്മാരും ഒക്കെ തന്നെ അള്ളാഹു എന്നാണ് ദൈവത്തെക്കുറിച്ച് പറയുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഈജിപ്തിൽ എനിക്കൊരു സന്ദർശനത്തിന് അവസരമുണ്ടായി. ഈജിപ്തിൽ വളരെ കൂടുതൽ ക്രിസ്ത്യാനികൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടുത്തെ ചില ചർച്ചുകൾ ഞാൻ സന്ദർശിച്ചപ്പോൾ ആ ചർച്ചുകളിൽ ഉപയോഗിക്കുന്ന അറബി ഭാഷയാണ്. അവിടെ എഴുതി വെച്ചത് അറബിയിലാണ്. അവരൊക്കെ സംസാരിക്കുന്ന അറബിയാണ്. ആ പള്ളിയിൽ നടക്കുന്ന ഉപദേശങ്ങൾ അറബിയിലാണ്. അവിടുത്തെ ബൈബിളും അറബിയിലാണ്. അൽ കിതാബുൽ മുഖദ്ദസ്, ബൈബിളിൻ്റെ പേരതാണ് അൽ കിതാബുൽ മുഖദ്ദസ്, പരിശുദ്ധ ഗ്രന്ഥമെന്ന്. ജിദ്ദയിലെ ഒരു പ്രമുഖ ലൈബ്രറിയിൽ നിന്ന് എൻ്റെ കോളേജിലേക്ക് കുറേ പുസ്തകങ്ങൾ വാങ്ങിയ സന്ദർഭത്തിൽ അവിടെ നിന്ന് എനിക്ക് ഒരു പുസ്തകം കിട്ടി. അസാത്തീറുൽ ഹിന്ദ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഇന്ത്യയിലെ പുരാണങ്ങൾ എന്നർത്ഥം. മഹാഭാരതവും രാമായണവും ഒക്കെ അത് വളരെ ഹ്രസ്വമായി ചെറുതാക്കി അത് അറബിയിലുള്ള ഒരു പുസ്തകമാക്കിയിരിക്കുന്നു. നമ്മുടെ അറബി കോളേജുകളിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമുണ്ട്, കലീല വദിന്ന. അത് പഞ്ചതന്ത്ര കഥകൾ എന്ന ഇന്ത്യൻ ക്ലാസിക് സാഹിത്യത്തിൽപ്പെട്ട ഒരു സാഹിത്യമാണ്. കുട്ടികളിൽ സൽസ്വഭാവം പഠിപ്പിക്കാനുള്ള പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഭാഷയിൽ സംസാരിച്ച് കുട്ടികൾക്ക് ബോധ്യം നൽകുന്ന കഥകളാണത്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ പുസ്തകങ്ങളിലൊക്കെ അറബിയിലുള്ള ബൈബിളായാലും അറബിയിലുള്ള ഇന്ത്യൻ വേദ സംഹിതകളായാലും പഞ്ചതന്ത്ര കഥകളായാലും അതിലൊക്കെ ദൈവം പറയുന്നു, ഈശ്വരൻ പറയുന്നു, ഭഗവാൻ പറയുന്നു, കർത്താവ് പറയുന്നു എന്നുള്ളതിന് ഖാലല്ലാഹു തആല എന്നാണുള്ളത്. അതാണ് ബൈബിളിലുള്ളത്. അറബിയിലുള്ള രാമായണത്തിലും മഹാഭാരതത്തിലും അങ്ങനെയാണുള്ളത്. പഞ്ചതന്ത്ര കഥകളിൽ അങ്ങനെയാണുള്ളത്. അപ്പോൾ ദൈവമെന്നും ഈശ്വരനെന്നും ഗോഡ് എന്നും ഹുദ എന്നും അള്ളാഹു എന്നും ഒക്കെ അതിൻ്റെ ആളുകൾ പറയുന്നത് ദൈവത്തെ പടച്ചവനെ ഉദ്ദേശിച്ചാണ്. എനിക്കിങ്ങനെ തോന്നും, മലയാളത്തിൽ പടച്ചവൻ എന്ന് നമ്മൾ പറയല്ലോ, അതായിരിക്കും കുറേ കൂടി എല്ലാവർക്കും വേഗം മനസ്സിലാവും. പടച്ചതമ്പുരാൻ നമ്മൾ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. നമ്മൾ കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയാം. അസ്സലാമു അലൈക്കും. യഥാർത്ഥത്തിലുള്ള സമാധാനം നിങ്ങൾക്കുണ്ടാവട്ടെ. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദൈവത്തിൻ്റെ കാരുണ്യവും അനുഗ്രഹങ്ങളും, ദൈവത്തിൻ്റെ കാരുണ്യവും അനുഗ്രഹങ്ങളും സമാധാനവും നിങ്ങൾക്ക് വരട്ടെ എന്നാണ് പ്രാർത്ഥന. കണ്ടുമുട്ടുമ്പോഴുള്ള ശാന്തിക്ക് വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയാണത്. ഞാൻ എത്രയോ സമ്മേളനങ്ങളിൽ ഇതുപോലെ നമ്മളെ വളരെ അടുത്ത ഹിന്ദു പണ്ഡിതന്മാരോടൊപ്പം ചില പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അവരാദ്യം പറയും ഓം ശാന്തി എന്ന് പറയും. അപ്പോൾ ഓം ശാന്തി എന്നതിൻ്റെ അർത്ഥം എന്താ? ശാന്തി നമുക്കറിയാം, ശാന്തി, സമാധാനം, പീസ്.
ഓം എന്ന സംസ്കൃത വാക്കിന് കാണിപ്പയ്യൂരിൻ്റെ നിഘണ്ടുവിൽ കൊടുത്ത അർത്ഥം ഏകനായ സർവശക്തനായ സർവലോക രക്ഷിതാവായ ദൈവം എന്നാണ്. അപ്പോൾ ഒരാൾ മലയാളത്തിൽ പറയുന്നു, അല്ലെ സംസ്കൃതത്തിൽ പറയുന്നു, മറ്റൊരാൾ അറബിയിൽ പറയുന്നു. ആശയതലത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും നന്മ വരട്ടെ എന്ന ഒരു പ്രാർത്ഥന വിവിധ ഭാഷകളിൽ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രശ്നം, മതത്തെ അതിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിക്കാൻ അവസരമില്ലാത്ത ആളുകൾ മതത്തെ പരിചയപ്പെടുത്തുന്ന പുരോഹിതന്മാരുടെ വ്യാഖ്യാനങ്ങളിലൂടെ പഠിക്കേണ്ടി വന്നു ഒരു കാലത്ത്. അത് മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. ഖുർആൻ അധികം ആളുകൾക്കും അറിഞ്ഞിരുന്നില്ല. ഹിന്ദുക്കൾക്കിടയിൽ ഉണ്ടായിരുന്നു. പല സമൂഹങ്ങളിലും വേദഗ്രന്ഥം പുരോഹിതന്മാർ പഠിച്ചാൽ മതി, എന്നിട്ട് അവർ പറയും പോലെ ജനങ്ങൾ ജീവിച്ചാൽ മതി എന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. നമ്മുടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഒക്കെ വരവോടുകൂടിയാണ് മുസ്ലിങ്ങൾക്കിടയിൽ എല്ലാവർക്കും ഖുർആൻ പഠിക്കാം, മുസ്ലിങ്ങൾക്ക് നല്ല മുസ്ലിങ്ങൾ അല്ലാത്തവർക്കും ഖുർആൻ പഠിക്കാം, അത് വേദഗ്രന്ഥം ജനകീയമാകണം എന്ന ബോധം വന്നിട്ടുള്ളത്. ആ ഒരു കാലത്ത് പുരോഹിതന്റെ വാക്കുകൾ മതമായി തെറ്റിദ്ധരിച്ച കാലത്ത് പുരോഹിതന്മാരിൽ ചിലരിൽ സ്വാർത്ഥതയുണ്ടായി. ദൈവത്തിന്റെ ആളുകളായി അവർ സ്വയം ചമയാൻ തുടങ്ങി. ദിവ്യന്മാരും സിദ്ധന്മാരും ആത്മീയ നേതാക്കന്മാരും ആൾ ദൈവങ്ങളുമൊക്കെ ഉണ്ടായിത്തീർന്നു. അവർ ചില പ്രത്യേക വേഷങ്ങളും രൂപങ്ങളും ഭാവങ്ങളും ശബ്ദങ്ങളും അത്ഭുത സിദ്ധികളും എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളിലേക്ക് വന്നു. അവരവരെ വന്നോട്ടെ, അവരുടെ സ്വാതന്ത്ര്യം. പക്ഷേ അവർ ദൈവത്തെ പരിചയപ്പെടുത്തിയത് ദൈവത്തിൻ്റെ കാരുണ്യത്തിനും നീതിക്കും എതിരിലായിരുന്നു. ഇതെല്ലാവരിലും സംഭവിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങളിലും ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ഈ ദിവ്യന്മാരെന്താ പറഞ്ഞു കൊടുത്തതെന്നറിയോ? എല്ലാവർക്കും ആഗ്രഹം, പടച്ചോനെ ദൈവമേ രക്ഷിക്കണേ എന്ന മനസ്സിൻ്റെ പ്രാർത്ഥനയാണ്. അപ്പോഴേ ഇവർ വന്ന് പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല, കാരണം നിങ്ങൾ പാപം ചെയ്തവരാ, കുറ്റം ചെയ്തവരാ, ദൈവദോഷം ചെയ്തവരാ. ശരിയാണല്ലോ. അപ്പോൾ നമ്മൾ ആലോചിക്കും, ശരിയല്ലേ, ഞാൻ അങ്ങനെ ചെയ്തു പോയി, ഇങ്ങനെ പറഞ്ഞു പോയി, ഇങ്ങനെ പ്രവർത്തിച്ചു പോയി, അവൻ്റെ സ്വത്ത് കൈക്കലാക്കിപ്പോയി, ഇവനോട് തിന്മ ഇങ്ങനെ നമുക്ക് സ്വയം മനസ്സിലാവും, എല്ലാവർക്കും തെറ്റ് പറ്റിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ആൾ പറയുന്നത്, നിങ്ങൾ വിളിച്ചാൽ ദൈവം കേൾക്കില്ല, കാരണം നിങ്ങൾ തെറ്റ് ചെയ്തവരാണ്. അങ്ങനെ സമൂഹം ബേജാറായി നിൽക്കുന്ന സമയത്താണ് ഇവർ തന്നെ പരിഹാരം പറഞ്ഞു കൊടുക്കും. ശരി, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ വിളിച്ചാൽ ദൈവം കേൾക്കില്ല, നിങ്ങൾ കുറ്റവാളികളാണ്. പക്ഷെ ദൈവത്തിൻ്റെ അടുത്ത ആളുകളാണ് ഞങ്ങൾ. അപ്പം ഞങ്ങൾ ഇടപെട്ട് ശുപാർശ പറഞ്ഞ് ചില കർമ്മങ്ങൾ ചെയ്തിട്ട് നിങ്ങളെ പ്രാർത്ഥന ദൈവത്തിലേക്ക് എത്തിച്ചു തരാം എന്ന് ഇവർ പരിചയപ്പെടുത്തി. ആയിക്കോട്ടെ, എന്നാലും സമാധാനമായല്ലോ, നിങ്ങളുള്ളതുകൊണ്ട് ഭാഗ്യം, ഞങ്ങളെ പ്രാർത്ഥന ദൈവത്തിൽ എത്തുമല്ലോ. അത് ഞങ്ങളെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടതോ, നിങ്ങളുടെ ഓരോ കാര്യങ്ങളും ആഗ്രഹങ്ങളും ദൈവം കേൾക്കാൻ, ഞങ്ങൾ ഇടപെടാൻ നിങ്ങൾ പണം തരണം, കാണിക്ക തരണം, പൂജാവസ്തുക്കൾ തരണം, നേർച്ചപ്പണം തരണം എന്നിവർ പറയാൻ തുടങ്ങി. ചില ആരാധനാലയങ്ങളിൽ ബോർഡ് വരെ വെച്ചിട്ടുണ്ട്, ഇന്ന കാര്യത്തിന് ഇന്നത്, ഇന്ന കാര്യത്തിന് ഇത്ര ഉറുപ്പ്യ, ഇന്ന കാര്യത്തിന് ഇത്ര ഗ്രാം സ്വർണം, ഇന്ന കാര്യത്തിന് ഇന്നത് എന്ന്. ഇങ്ങനെ വന്നപ്പോഴെന്തുണ്ടായി എന്നറിയോ? ആളുകൾക്കിടയിൽ അത് വ്യാപിച്ചു. എല്ലാ വിഭാഗം ആളുകൾക്കിടയിലും ദൈവത്തിലേക്ക് അടുക്കുവാൻ ഇടയാളന്മാരെ സമീപിക്കുക, ആ ഇടയാളന്മാർക്ക് പണം കൊടുക്കുക, ചിലരൊക്കെ അവരെ തന്നെ ദൈവമായി കാണുക, അങ്ങനത്തെ ഒരവസ്ഥ വന്നു. ഇവിടെയാണ് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന സിദ്ധാന്തമായ ദൈവം കാരുണ്യവാനാണ്, ദൈവം ദയാപരനാണ്, ദൈവം നീതിമാനാണ് എന്നത് തകർന്നു പോയത്, ആരും ശ്രദ്ധിക്കാതെ പോയത്. ദൈവം കാരുണ്യവാനാണ്, ദൈവം നീതിമാനാണ്, ദൈവം വാത്സല്യനിധിയാണ് എന്നത് എല്ലാവരും അംഗീകരിക്കുന്നതാണ്, എല്ലാ മതവിശ്വാസികളും. അങ്ങനെയാണെങ്കിൽ ഈ ഇടപെടൽ നടക്കുമോ? ഇപ്പൊ പെട്ടെന്ന് അതാ പറയുന്നപ്പോ മുസ്ലിങ്ങളിൽ അങ്ങനെ ശീലിച്ച ആളുകൾ പറയാം, അവരുടെ പണ്ഡിതന്മാർ പറയാ നടക്കാതെ, നിങ്ങൾക്ക് ഒരു മന്ത്രി കാര്യം ശരിപ്പെടുത്തി തരണേ, നിങ്ങൾ നേരിട്ട് മന്ത്രിയോട് പറഞ്ഞാൽ കിട്ടുമോ? അതിന് MLA കണ്ടു പറയണ്ടേ? അതിന് MLA എനിക്ക് പരിചയമില്ലല്ലോ. അതിന് വഴിയുണ്ട്, ആ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിയോ പ്രസിഡന്റോ ആരെങ്കിലും ഉണ്ടാവും, അവരൊന്ന് വിളിച്ചു പറഞ്ഞ് MLA കണ്ട്, MLA മന്ത്രിയെ കണ്ട്, അങ്ങനെ മന്ത്രി നമുക്ക് കാര്യം ശരിയായി തരും. അങ്ങനെയാണല്ലോ. അപ്പോൾ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ, അല്ലെങ്കിൽ ഒരാൾക്കൊരു ട്രാൻസ്ഫർ കിട്ടാൻ, ഒരു പ്രൊമോഷൻ കിട്ടാൻ, ഏറ്റവും ചുരുങ്ങിയത് ഇലക്ട്രിസിറ്റി കണക്ഷന് കൊടുത്ത ആ കടലാസ് ഒന്ന് നീങ്ങിക്കിട്ടാൻ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് ശരിയാവുന്നത്. അങ്ങനെയല്ലേ നമ്മൾ ജീവിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ദൈവത്തിലേക്കും എന്ന് പറയും. പക്ഷേ അതിൽ വലിയൊരു അബദ്ധമുണ്ട്. എന്താ അബദ്ധം എന്നറിയോ? നമ്മളിങ്ങനെ കാല് പിടിക്കാൻ പോണത് എന്തുകൊണ്ടാണ്?
മെറിറ്റിൽ മാത്രം അഡ്മിഷൻ നടത്തുന്ന ഒരു സ്ഥാപനം വിചാരിക്കുക. മാർക്കുള്ളവന് കിട്ടുമല്ലോ, ആരും ആരോടും പറയണ്ട. അങ്ങനെയാണല്ലോ. ഒരാളുടെ സർവീസ് കാലം നോക്കിയിട്ട് ന്യായമായി മാത്രം ട്രാൻസ്ഫർ ആണെന്ന് വിചാരിക്കുക. ആരും പറയണ്ട, കിട്ടുമല്ലോ, തനിയെ അപ്ലൈ ചെയ്തിരുന്നാൽ മതിയല്ലോ അല്ലേ? സമയത്തിനനുസരിച്ചാണ് റേഷൻ കാർഡ് കൊടുക്കുന്നത്, ഇലക്ട്രിസിറ്റി കണക്ഷൻ കൊടുക്കുന്നത്, വാട്ടർ കണക്ഷൻ കൊടുക്കുന്നത്. ആരും എവിടെ ഇടപെടേണ്ടതില്ല. അതിൻ്റെ ക്രമത്തിൽ വരും. അപ്പൊ നമ്മൾ ഇടപെടുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അവിടെ ന്യായമില്ലാത്തതുകൊണ്ടാണ്. സ്വാധീനം ചെലുത്തുന്നവന്, പൈസ കൊടുക്കുന്നവന്, കൈക്കൂലി കൊടുക്കുന്നവന്, അല്ലെങ്കിൽ എന്തെങ്കിലും സൗഹൃദ ബന്ധമുള്ളവന്, സ്വന്തം പാർട്ടിക്കാരന്, സ്വന്തം മതത്തിൽപ്പെട്ടവന്, ജാതിയിൽപ്പെട്ടവനൊക്കെ അവിഹിതമായി നൽകുന്ന ഒരു ലോകത്ത് പിന്നെ നമ്മൾ ഇടപെട്ടില്ല, നമുക്ക് പോയിപ്പോകല്ലോ വിചാരിച്ചിട്ടാണ് നമ്മുടെ ആളുകൾ ഇങ്ങനെ ശുപാർശക്ക് വേണ്ടി പോണത്. അപ്പൊ ഇവിടെ ഇപ്പോൾ നമുക്ക് നേർക്കേറെ ഒന്നും നടക്കുന്നില്ല. ഇടത്തട്ടുകാരെ സ്ഥാപിച്ചാൽ എന്നത് നമ്മൾ തിരിച്ചറിയണം. അത് മുസ്ലിങ്ങൾ മനസ്സിലാക്കണം, ഹിന്ദുക്കൾ മനസ്സിലാക്കണം, ക്രിസ്ത്യാനികൾ മനസ്സിലാക്കണം, എല്ലാവരും മനസ്സിലാക്കണം. നമ്മുടെ പ്രസ്ഥാനം, ഇസ്ലാഹി പ്രസ്ഥാനം മുസ്ലിമീങ്ങളോട് അതിൻ്റെ ആദ്യകാലം മുതൽക്ക് തന്നെ പറയുന്നത് നമുക്ക് തിരിയുന്ന ഒരു ഭാഷയെ പറയാം, തൗഹീദാണ് പ്രധാനം എന്നാണല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദാണ് പ്രധാനം, തൗഹീദിലേക്കാണ് ക്ഷണം, തൗഹീദാണ് പ്രഥമം, തൗഹീദാണ് ഒന്നാമത്തേത്, അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിനെ അറിയുന്ന എല്ലാവർക്കും അറിയാം. എന്താ അതിൻ്റെ കാരണം എന്നറിയോ? അതിൻ്റെ കാരണം ഇങ്ങനെ ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഇടയാളന്മാരും ഇടത്തട്ടു കേന്ദ്രങ്ങളും ഇല്ലാതെ നേർക്ക് നേരെ പ്രാർത്ഥിക്കാവുന്ന ശുദ്ധവും വ്യക്തവും ഋജുവുമായ ഒരു ആരാധനാ രീതി, ആ ആരാധനാ രീതിയാണ് എല്ലാ മതഗ്രന്ഥങ്ങളിലും എല്ലാ പ്രവാചകന്മാരുടെയും ഉപദേശത്തിലുള്ളത് എന്ന് വീണ്ടും പറയേണ്ടി വന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ തൗഹീദാണ് പ്രധാനം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, അപ്പൊ ദൈവത്തെ ഉപയോഗിച്ച്, മതത്തെ ഉപയോഗിച്ച് പണം ഉണ്ടാക്കുക, അതിനാവശ്യമില്ല. ദൈവത്തിന് പണം കൊടുക്കണ്ട. കാരണം ദൈവത്തിനുള്ളതാണ് ഈ ലോകം മുഴുവനും, ദൈവത്തിൻ്റെതാ. പിന്നെ ദൈവത്തിന് വേറെ ഒരു പണം? അതിന് ആവശ്യമില്ലല്ലോ. ഡൽഹിയിൽ ഞാൻ ചില പ്രഭാഷണങ്ങളിൽ പറഞ്ഞതാ, ഡൽഹി സന്ദർശിക്കാൻ വന്ന സൗദി അറേബ്യയിലെ മക്കയിലെ ഒരു പണ്ഡിതൻ ഡൽഹിയിൽ നിന്ന്, ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ ഒരു ഇസ്ലാമിക് എഡ്യൂക്കേഷൻ കോൺഫറൻസ്, ഇസ്ലാഹി മൂവ്മെൻറ്റിൻ്റെ ഒരു എഡ്യൂക്കേഷൻ കോൺഫറൻസിന് വന്ന അദ്ദേഹം എന്നോട് പറഞ്ഞു, നമ്മൾ താജ്മഹൽ കാണാൻ പോവാം, എല്ലാ ടൂറിസ്റ്റുകളും കാണാൻ പോകണമെന്നല്ലേ. താജ്മഹലിലെത്തിയപ്പോഴേ അവിടെ 2 ഖബറുകൾ കാണിച്ചു തന്നു അവിടുത്തെ ഒരു ഗൈഡ്. ഷാജഹാൻ ചക്രവർത്തിയുടെയും മുംതാസ് മഹലിൻ്റെയും ഖബറാണത്. അപ്പം ആ ഖബറിടം എല്ലാവർക്കും അറിയാവുന്നതാണ്. താജ്മഹൽ ലോകാത്ഭുതങ്ങളിൽ അല്ലെങ്കിൽ ഏറ്റവും വലിയ ആളുകളെ ആകർഷിക്കുന്ന ഒരു കെട്ടിടമാണ്. അവിടെ ചെന്നപ്പോഴാണ് വളരെ മുഷിഞ്ഞ വേഷം ധരിച്ച, കണ്ടാൽ തന്നെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു സ്ത്രീ ഒരു ചെറിയ കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ട് ഈ ഖബറുകളുടെ അടുത്ത് ഇങ്ങനെ ആ കുഞ്ഞിനെ തൊടുകയും തലോടുകയും ഈ കുഞ്ഞിൻ്റെ മുഖം ഖബറുകളിൽ വെച്ച് ഇങ്ങനെ ഉരയ്ക്കുകയും ഒക്കെ ചെയ്യാം. എന്നിട്ട് അവസാനം വളരെ പഴകിയ ഒരു 5 രൂപ നോട്ട് അതിൻ്റെ അടുത്ത് വെച്ച് അവർ പോവുകയും ചെയ്തു. ഷെയ്ഖ് മക്കയിൽ നിന്ന് വന്ന മഹാപണ്ഡിതൻ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഷാജഹാൻ ചക്രവർത്തി ഇന്ത്യ ഭരിച്ച ഒരു വലിയ ചക്രവർത്തിയല്ലേ? അതെ. അദ്ദേഹത്തിന് എന്തിനാണ് ഈ പാവം പെണ്ണിൻ്റെ 5 റുപ്യ? ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും ആലോചിക്കലില്ല, ആലോചിക്കാൻ ബുദ്ധിയുമില്ല. അദ്ദേഹം അത് ആലോചിച്ചു. ഷാജഹാൻ ചക്രവർത്തി ഇന്ത്യ ഭരിച്ച ചക്രവർത്തി, അയാൾക്ക് ഈ പാവം പെണ്ണിൻ്റെ 5 റുപ്യ ആവശ്യമുണ്ടോ? രണ്ടാമത്തെ ചോദ്യം, ഷാജഹാൻ ചക്രവർത്തി ഒരു വലിയ രാജാവായിരുന്നു, ചക്രവർത്തിയായിരുന്നു എന്നല്ലാതെ അദ്ദേഹം എന്തെങ്കിലും ദൈവത്തോടടുത്ത, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന ദിവ്യൻ, സിദ്ധൻ എന്നൊക്കെ പറയുന്ന അങ്ങനെ ആരെങ്കിലും ആയിരുന്നോ? ഞാൻ പറഞ്ഞു അതുമല്ല. പിന്നെന്തിനാണ് ആ സ്ത്രീ ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന അനുഗ്രഹം തേടാൻ ഈ ഖബറിൻ്റെ അടുത്ത് വന്നത്? ഞാൻ അയാളോട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ ഏത് ഖബറിനൊന്നും വേണമെന്നില്ല, ഒരു ഖബറായാൽ മതി, അതിനുള്ളിൽ ഒരു മനുഷ്യനെ കുഴിച്ചിട്ടുണ്ടോന്നില്ല. നിങ്ങൾ ഇവിടെ ആരെങ്കിലും ഖബറുണ്ടാക്കിയിട്ട് 4-5 ആൾക്കാർ അവിടെ നിന്നും ഇവിടെ നിന്നും കൊണ്ടോട്ടിന്നും മറ്റൊക്കെ വരാൻ ഏർപ്പാട് ചെയ്ത് നോക്കി, ഒരു കൊല്ലം കൊണ്ട് അത് വലുതാകും, വരുമാനം ഉണ്ടാവും, പ്രചരിക്കുകയും ചെയ്യും. പല ഖബറിലും ആരാന്ന് ആർക്കും അറിയില്ല. കുറേ കാലം കഴിഞ്ഞിട്ട് ആ ഷെയ്ഖ് എന്നൊക്കെ പറഞ്ഞിട്ട് 125-ാം ഉറൂസ് എന്നൊക്കെ ആയിട്ട് പറയല. ആ 124 വരെ എങ്ങനെയായിരുന്നു ആർക്കും അറിയണ്ടാവില്ല. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ബുദ്ധി ഉപയോഗിക്കണം, മതത്തിൻ്റെ പ്രമാണങ്ങൾ നമ്മൾ പഠിക്കണം, എന്നിട്ട് നമ്മൾ മതത്തെ അനുഷ്ഠിക്കണം. പാരമ്പര്യം, പൈതൃകം, കേട്ടുകേൾവി എന്നതല്ല മതം. മതം എന്ന് പറയുന്നത് ആലോചിച്ച ശേഷം സ്വീകരിക്കേണ്ട. അങ്ങനെ ഒരാൾ ആലോചിച്ച് മനസ്സിലാക്കി ഒരു മതം സ്വീകരിച്ചാൽ അവനോട് നമുക്ക് ബഹുമാനമാണ് ഉണ്ടാവേണ്ടത്. ലോകത്ത് ബഹുസ്വരതയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ.
അപ്പോൾ മനുഷ്യർക്ക് പല വൈവിധ്യവും പല വ്യത്യാസവും ഉണ്ടാവും. പക്ഷെ നമ്മളൊക്കെ മനുഷ്യരാണല്ലോ. മനുഷ്യർ എന്നതിന് ഖുർആനിൽ 2 വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് ഇൻസാൻ, അത് അറബിയിലും ഉറുദുവിലും ഒക്കെ ഹിന്ദിയിലൊക്കെ ഇൻസാൻ മനുഷ്യൻ, എല്ലാ മനുഷ്യരും. രണ്ടാമത്തെ വാക്ക് ബനു ആദം, ആദമിൻ്റെ മക്കൾ. ആദമിൻ്റെ മക്കളെ യാ ബനി ആദം. ഒരുപാട് ഹദീസുകൾ നബി വചനങ്ങളിൽ പറയുന്നുണ്ട് യാ ബനി ആദം, ആദമിൻ്റെ മക്കളെ, ആദമിൻ്റെ പുത്ര. ഖുർആനിൽ ആദമിൻ്റെ മക്കളെ അള്ളാഹു ആദരിച്ചു എന്ന് പറയുന്നുണ്ട്. വലഖദ് കറംനാ ബനി ആദം, ആദമിൻ്റെ മക്കളെ ദൈവം ആദരിച്ചിരിക്കുന്നു, പടച്ചവൻ ആദരിച്ചു. ആരാ ആദമിൻ്റെ മക്കൾ? ആദമിൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ മനുഷ്യൻ, ആ മനുഷ്യൻ്റെ മക്കൾ, മക്കളെ മക്കൾ, അങ്ങനെ അങ്ങനെ വന്ന് നമ്മളെല്ലാവരും. ആദമിൻ്റെ മക്കളിൽ ഏതോ ഒരാൾ ഇന്ത്യയിലേക്ക് വന്നതാ നമ്മൾ ഇവിടെ ഉണ്ടായത്, ഏതോ ഒരാൾ ആഫ്രിക്കയിലേക്ക് പോയതാ, ഏതോ ഒരാൾ ചൈനയിലേക്ക് പോയതാ. അങ്ങനെ ആയിരിക്കുമല്ലോ ആദമിൻ്റെ മക്കളോ മക്കളെ മക്കളോ അതിൻ്റെ ശേഷമുള്ളേ. ഇപ്പം നമുക്കത് വേഗം മനസ്സിലാവും. ചെറിയൊരു ഗ്രാമത്തിൽ നമ്മൾ നോക്കിയാൽ ആളുകൾക്കിടയിൽ നല്ല സ്നേഹബന്ധത്തിൻ്റെ അപ്പുറത്ത് കുടുംബ ബന്ധം ഉണ്ടാവും. ചിലർക്ക് പറയാൻ കഴിയല്ലോ ഒരു നാട്ടിലുള്ള എല്ലാ ആൾക്കാരും ഞാനും തമ്മിലുള്ള ബന്ധം. ഇപ്പം എനിക്ക് എൻ്റെ വല്ലിപ്പയുടെ ഇങ്ങോട്ടുള്ള കുടുംബക്കാരൊക്കെ അറിയാം, പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള അറിയില്ല. അത് പിന്നെ ചിലരിപ്പോൾ അറിയാൻ എങ്ങനെ അറിയാം, ചില കുടുംബസംഘമൊക്കെ നടത്തും. അപ്പോഴാണ് കുട്ടികൾ തന്നെ മനസ്സിലാക്കുക നമ്മൾ അടിപിടി കൂടി നമ്മളൊരു കുടുംബത്തിലുള്ള ആണെന്നൊക്കെ. കുടുംബസംഗമം ചേരുമ്പോൾ വളരെ അടുത്ത കുടുംബമായിരിക്കും. ഇപ്പം അതങ്ങനെ വന്നിട്ട് ഇപ്പോൾ എൻ്റെ മക്കളോട് ചോദിച്ചാൽ എൻ്റെ വല്ലിപ്പൻ്റെ കാലം മുതൽക്ക് അവർ അറിയുണ്ടാവില്ല. ചിലപ്പോൾ എൻ്റെ വാപ്പ മുതൽക്ക് ഇങ്ങോട്ടൊക്കെ നമ്മളൊരു കുടുംബമാണെന്നൊക്കെ അറിയണ്ടാവും. എങ്ങനെ കുടുംബം എന്നുള്ളത് വാപ്പനോട് ചോദിക്കണം എന്ന് പറയും. അപ്പോൾ കുറേ പാക്കിലേക്ക് പോകുമ്പോൾ നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങൾ ആണ്. അതാണ് ബനു ആദം. അപ്പോൾ അള്ളാഹു ആദരിച്ചു ആദമിൻ്റെ മക്കളെ എന്ന് പറയുന്നത് ആദമിൻ്റെ മക്കളിൽ മനുഷ്യരിൽപ്പെട്ട ദൈവവിശ്വാസികളെയും ദൈവവിശ്വാസമില്ലാത്തവരെയും അറബികളെയും ഇംഗ്ലീഷുകാരെയും ഇന്ത്യക്കാരെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ജൂതന്മാരെയും ബുദ്ധമതക്കാരെയും മറ്റെല്ലാവരെയും യാ ബനി ആദം, ആദമിൻ്റെ മക്കളെ ഞാൻ ആദരിച്ചു എന്ന. അപ്പോൾ ദൈവം ആദമിൻ്റെ മക്കളെ മനുഷ്യരെ മുഴുവൻ ആദരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അനാദരിക്കുന്നത് ദൈവദോഷമല്ലേ? അവൻ എൻ്റെ കൂട്ടത്തിലല്ല, എൻ്റെ ജാതിയിലല്ല, എൻ്റെ മതത്തിലല്ല എന്ന് പറയുന്ന അനാദരിക്കല. പടച്ചവൻ്റെ കാരുണ്യം നോക്കൂ നിങ്ങൾ, അത്ഭുതമല്ലേ? ഖുർആനിൽ പടച്ചവൻ്റെ ഒന്നാമത്തെ നാമം അള്ളാഹു എന്ന് കഴിഞ്ഞാൽ അടുത്ത നാമം റഹ്മാൻ എന്നാണ്. റഹ്മാൻ എന്ന വാക്കിൻ്റെ അർത്ഥം വിശാലമായി കാരുണ്യം ചെയ്യുന്നവനാണ്. യാതൊരു വിഭാഗീയതയും ഇല്ലാതെ വിശാലമായി കാരുണ്യം ചെയ്യുന്നവൻ. ആർക്കൊക്കെ? വേഗം മനസ്സിലാക്കാം. ഇപ്പം മഴ പെയ്യുന്നു, ആർക്ക് വേണ്ടിയാ? സൂര്യൻ ഉദിക്കുന്നു, കാറ്റടിക്കുന്നു, ചെടികൾ മുളയ്ക്കുന്നു, ഫലങ്ങളും കായ്കനികളും ഉണ്ടാകുന്നു, ധാന്യങ്ങളുണ്ടാകുന്നു. ഇതൊക്കെ എല്ലാവർക്കും വേണ്ടിയാണ്. ഒരു ഭക്തനായ ദൈവവിശ്വാസി ഒരു ചെടി കുഴിച്ചിട്ടിട്ട് അതിന് വെള്ളം ഒഴിച്ചു കൊടുത്തില്ല, അതിന് വളവും ചെയ്തില്ല, അതിന് തണലും നൽകിയില്ലെങ്കിൽ അത് ഉണങ്ങിപ്പോവും, യാതൊരു സംശയവുമില്ല. ഒരു ദൈവനിഷേധിയായ മനുഷ്യൻ ഒരു ചെടി കുഴിച്ചിട്ട് അതിന് വെള്ളം ഒഴിച്ചു കൊടുത്തു, ശുശ്രൂഷിച്ചു, തണൽ കൊടുത്തു, വളം ചേർത്തിയാൽ അത് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ ഭക്തന് തോന്നുക, ദൈവമേ ഞാൻ ഇത്രമാത്രം ദൈവവിശ്വാസിയും ഭക്തനുമായിട്ട് എൻ്റെ ചെടി ഉണങ്ങിപ്പോയല്ലോ, ഇവൻ ദൈവമില്ല എന്നും പറഞ്ഞ് നടക്കുന്ന ഇവൻ്റെ ചെടി മുളയ്ക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രകൃതിയുടെ തത്വങ്ങളും നിയമങ്ങളും പാലിച്ചു പോകുന്നവന് ദൈവത്തിൻ്റെ കാരുണ്യം ഉണ്ടാകും. അതാണ് ദൈവം. അങ്ങനെയാ എല്ലാവർക്കും. ദൈവനിഷേധിക്ക് പോലും നിങ്ങൾ നോക്കൂ, മനുഷ്യൻ്റെ ശരീരം മനുഷ്യനുണ്ടാക്കിയതല്ലല്ലോ, മനുഷ്യനുണ്ടാക്കിയതല്ല. ഇങ്ങനെ ഒരു ശരീരം ഉണ്ടാക്കാൻ ലോകത്ത് വിശ്വകരന്മാർ പണിയെടുത്തതുമല്ല, ലോകാരോഗ്യ സംഘടനയുമല്ല. എത്ര സങ്കീർണമായ ശരീരം. ഇപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലായി വരിക. ഇപ്പോൾ മുമ്പൊക്കെ നമ്മുടെ നാട്ടിൽ എനിക്കറിയാം, എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. എല്ലാ രോഗത്തിനും ആ ഡോക്ടറെ അടുത്താണ് പോവുക. വളരെ ചെറിയൊരു ഫീസ് പോകും. തലവേദന ആയാലും വയറ്റിൽ വേദന ആയാലും വേറെ വേദന ആയാലും ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് ദീനം പറയല്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എന്തായെന്നറിയോ, അത് സ്പെഷ്യലൈസേഷൻ വന്നല്ലോ. പിന്നെ നമ്മൾ വയറ്റിൽ വേദനയ്ക്ക് ഒരു ഡോക്ടറെ അടുത്തായി, തലവേദനയ്ക്ക് വേറെ ഡോക്ടറെ അടുത്തായി, അങ്ങനെ ആകാൻ തുടങ്ങി. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അതിലും പിന്നെയും സ്പെഷ്യലൈസേഷനായി, വളരെ ചെറിയ രൂപത്തിൽ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ, മനുഷ്യ ശരീരത്തെക്കുറിച്ച് കൂടുതൽ പഠനം നടക്കുമ്പോൾ ശരീരത്തിൻ്റെ വളരെ മൈക്രോ ലെവലിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുകയാണ്. അത്രയും സൂക്ഷ്മമായത് എങ്ങനെയാണ്? ഇപ്പോൾ ഒരു മനുഷ്യന് ശ്വാസം മുട്ടുണ്ടായി, എന്താ ചെയ്യുക? ശ്വാസം മുട്ടുണ്ടായാൽ അവൻ്റെ ഹൃദയമിടിപ്പിൽ വന്ന താളം തെറ്റല.
ഹൃദയം ഒരു പൂർണ്ണ വളർച്ച എത്തിയ മനുഷ്യന്റെ ഹൃദയം 72 തവണ മിടിക്കണം. അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ. ഇനി അത് നിലക്കുന്നില്ല. അങ്ങനെ ഒരു യന്ത്രമാണത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏത് യന്ത്രവും ഏതൊരു ഫാക്ടറിയും അത് സ്റ്റാർട്ട് ചെയ്തിട്ട് നിർത്താതെ വർക്ക് ചെയ്യുന്ന ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ജീവികളുടെ ഹൃദയം അത് നിലക്കുന്നില്ല. അത് മിടിക്കുന്നതിനിടയിൽ ഉണ്ടാകുന്ന വിശ്രമമല്ലാതെ അതിന് വിശ്രമമില്ല. അങ്ങനെ 72 തവണ. കുട്ടികൾക്ക് കുറച്ച് അധികം ഉണ്ടാവും. ഈ ഹൃദയം മിടിക്കുമ്പോൾ ചിലർക്ക് മിടിപ്പ് കുറയുക, ചിലർക്ക് കൂടുക. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ഇത് പരിശോധിച്ചിട്ട് മിടിപ്പ് കുറഞ്ഞത് കൂട്ടും, കൂടിയത് കുറക്കും, അല്ലേ? ഓക്സിജൻ കൊടുക്കും, പല പരിപാടികളും നടത്തും. ഒരുപാട് ഡോക്ടർമാർ അതിനുവേണ്ടി ശ്രമിക്കും, ചിലർ ഓപ്പറേഷൻ നടത്തും. ഇങ്ങനെയൊക്കെ ഇവിടെ ആലോചിക്കേണ്ട ഒരു വിഷയം, ഈ നോർമലായ അവസ്ഥയിൽ നിന്നുണ്ടാകുന്ന മാറ്റം അത് കണ്ടുപിടിച്ച് നോർമലിലേക്ക് കൊണ്ടുവരാനാണ് ഈ പരിപാടി മുഴുവൻ. അതിൻ്റെ വില എത്ര? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത രോഗികൾ, സാധാരണ ആൾക്കാർ പറയലുണ്ട്, ഈ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്താൽ ഏതാണ്ട് സുഖമായി നിങ്ങൾ പൊയ്ക്കോളി എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത അറ്റാക്ക് ഹോസ്പിറ്റലിൽ തന്നെ വരല് ബില്ലടയ്ക്കുമ്പോഴാണ്. അതായത് ഈ ബില്ലടയ്ക്കുമ്പോൾ ആയിരക്കണക്കിനോ 10,000 ഉറുപ്പ്യ അടയ്ക്കുക. എന്തിനായിരുന്നു ഇതെന്നറിയോ? ശ്വാസം ശരിയാക്കാൻ. ഓക്സിജൻ സിലിണ്ടറിൽ എത്ര? ഒരു ദിവസം ശ്വാസം ഉള്ളോട്ട് വലിച്ചതിനുള്ള ബില്ല്. അപ്പം നമ്മൾ നോക്കുക, നമ്മൾ ഇത്രയും കാലം ശ്വാസം അയച്ചതിനുള്ള ബില്ല് അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് അടക്കാൻ കഴിയുമോ? കഴിയില്ലല്ലോ. ഇത് ഹൃദയത്തിന് ചികിത്സിക്കുന്ന ഒരു ആശുപത്രിയിൽ ചെന്നാൽ ഹൃദയത്തെക്കുറിച്ച് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. മനുഷ്യ ഹൃദയം വളരെ വിലപ്പെട്ടതാണ്, വളരെ പ്രധാനപ്പെട്ടാണ്. ഹൃദയാഘാതം വരാതെ നോക്കണം, അല്ലേ? രാവിലെ നടക്കണം, കൊഴുപ്പുകൾ കുറക്കണം, അങ്ങനെ ഒരുപാട് ടെൻഷൻ ഇല്ലാതിരിക്കണം, ഹൃദയത്തെ സൂക്ഷിക്കുക. ഞാൻ ശ്രീചിത്ര ഹോസ്പിറ്റലിൽ തിരുവനന്തപുരത്ത് പോയപ്പോൾ അവിടെ പ്രധാനം അത് തലച്ചോറ്, ബ്രെയിൻ, ന്യൂറോ, ഇതൊക്കെയാണ് അവിടുത്തെ പ്രധാന ചികിത്സ. അവിടെ എഴുതി വെച്ചാൽ എന്താണെന്നറിയോ? മനുഷ്യൻ്റെ തലച്ചോറ് വളരെ പ്രധാനപ്പെട്ട അവയവമാണ്. അതിൻ്റെ 3 ഭാഗങ്ങൾ, ഓർമ്മ ഇന്ന സ്ഥലത്ത്, മറ്റേ മെഡുല്ല, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് തലച്ചോറ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു അവയവമാണെന്ന്. അപ്പോൾ ഹൃദയവും തലച്ചോറ്. മധുര മിഷൻ ആശുപത്രിയിൽ പോയിരുന്നു ഞാൻ കണ്ണ് കാണിക്കാൻ, കോയമ്പത്തൂർ. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ എഴുതി വെച്ച് മുഴുവൻ കണ്ണിനെ കുറിച്ചാണ്. കണ്ണ് വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. അൾട്രാ മോഡേൺ ലെൻസിനേക്കാളും വലിയ സംവിധാനമാണ്. ആ ചിത്രം എടുത്തിട്ട് തലതിരിച്ചാക്കി റെറ്റിനയിൽ പതിച്ച്. അതുകൊണ്ട് കണ്ണ് വളരെ ശ്രദ്ധിക്കണം, ഇടയ്ക്കിടയ്ക്ക് കഴുകണം, കണ്ണിൽ അഴുക്ക് വരാതിരിക്കണം, അസുഖം വന്നാൽ ചികിത്സിക്കണം. ഇനി വേറെ ഏതെങ്കിലും ആശുപത്രി സ്പെഷ്യലൈസേഷൻ തുടങ്ങിയ അവർക്കും പറയാനുള്ള അങ്ങനെ തന്നെ. വഫി അംഫുസിക്കും അഫലാ തുബ്സിറൂൻ, നിങ്ങളുടെ ശരീരത്തിലുമുണ്ട് അത്ഭുതം, നിങ്ങൾക്കൊന്ന് നോക്കിക്കൂടെ? വഫിൽ അർളി ആയാത്തുൻ ലിൽ മുഖിനീൻ, ഈ ഭൂമിയിൽ ഒന്നാകെ അത്ഭുതങ്ങളുണ്ട്, ദൈവത്തിൻ്റെ അത്ഭുതം. ദൃഢതയുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ്. അപ്പോൾ മനുഷ്യരിലും പക്ഷികളിലും മൃഗങ്ങളിലും അതിലെ അതിസൂക്ഷ്മമായ ഓരോ സെല്ലിലും അത്ഭുതമുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാകും ദൈവത്തിൻ്റെ കാരുണ്യം എല്ലാവർക്കുമാണ്. ഇതിൽ യാതൊരു വിഭാഗീയതയില്ല. അങ്ങനെ കാരുണ്യം കാണിക്കണം എന്നാണ് ദൈവം മനുഷ്യനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അയൽപ്പക്കത്തൊരാൾ പട്ടിണി കിടക്കുമ്പോൾ ഒരു വിശ്വാസി വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. ആ പറഞ്ഞിടത്ത് അയൽവാസി ആരാവണമെന്ന് പറഞ്ഞിട്ടില്ല, നിന്റെ കുടുംബക്കാരനാണെന്ന് പറഞ്ഞിട്ടില്ല, നിന്റെ മതത്തിൽ, നിന്റെ ജാതിയിൽ, നിന്റെ രാഷ്ട്രീയത്തിൽ, നിന്റെ ബന്ധത്തിൽ ഒന്നും പറഞ്ഞില്ല. അയൽവാസി. ഇപ്പോൾ നോക്കൂ, പലപ്പോഴും റിലീഫ് കമ്മിറ്റികൾ പോലും ആളുകളെ സഹായിക്കുന്നിടത്തും മരുന്ന് വാങ്ങിക്കൊടുക്കുന്നിടത്തും ഇത് കടന്നു വരികയാണ്. അത് ദൈവദോഷമാണ് എന്ന് നമ്മൾ അറിയണ്ടേ? അപ്പം എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കാണാനും ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ മീസാൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെതായ ഒരു സന്തുലിതാവസ്ഥ അത് നിലനിർത്താൻ നമുക്ക് ബാധ്യതയുണ്ട്. അപ്പം നമ്മൾ പലപ്പോഴും പറയല്ലോ, ലോകത്ത് നാശം, പരിസ്ഥിതി പ്രശ്നം. ആരാ ഇതൊക്കെ ഉണ്ടാക്കിയത്? മനുഷ്യനല്ലാത്ത ഒരു ജീവിയും ഈ ലോകത്തിന് നാശം ഉണ്ടാക്കിയിട്ടില്ല, മനുഷ്യൻ മാത്രമാണ്. ഇവ ആരാണ് വെള്ളം വിഷലിപ്തമാക്കിയത്? ആരാണ് വായു വിഷലിപ്തമാക്കിയത്? ആരാണ് നമ്മുടെ ഭൂമി ഇടിച്ച് തകർത്തത്? ആരാണ് ഈ പ്രകൃതിയുടെ താളം തെറ്റിച്ചത്? അതൊക്കെ മനുഷ്യൻ തന്നെയാണ്. ഖുർആൻ പറയുന്നുണ്ട്, ഈ ഫസാദുകൾ, നാശങ്ങൾ, തിന്മകൾ അത് ലോകത്തുണ്ടായത് ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി, ലോകത്ത് കടലിലും കരയിലും നാശമുണ്ടായി. അത് ബിമാ കസബത്ത് ഐദിൻ നാസ്, മനുഷ്യൻ്റെ കരങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ്, മനുഷ്യൻ ചെയ്തു കൂട്ടിയതാണ്. അപ്പം നമ്മൾ തിരിച്ചു വരണം മൂല്യങ്ങളിലേക്ക്,
ധർമ്മങ്ങളിലേക്ക്, നല്ല വിശ്വാസത്തിലേക്ക്. മതവിശ്വാസത്തെ മനുഷ്യർക്കിടയിൽ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കാൻ പാടില്ല. അന്ധവിശ്വാസങ്ങളും മതവിശ്വാസങ്ങളും രണ്ടും രണ്ടാണ്. അന്ധവിശ്വാസങ്ങൾക്ക് അല്പവും ശാസ്ത്രീയതയില്ല. അന്ധവിശ്വാസങ്ങൾ ശാസ്ത്രത്തിൻ്റെ വളർച്ചയിൽ ഇല്ലാതെയായി പോവുകയും ചെയ്യും. നിങ്ങൾ കണ്ടില്ലേ, ഒരു കാലത്ത് രോഗം വന്നാൽ ചികിത്സിക്കാറില്ലായിരുന്നു. മുസ്ലിമീങ്ങൾക്കിടയിൽ വളരെ കൂടുതൽ മന്ത്രവാദങ്ങളും ഗൂഢാത്രങ്ങളും പിശാചു പൂജയും ജിന്നുകളെ വിളിച്ചിടൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ചെറുപ്പകാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, മുജാഹിദ് പണ്ഡിതന്മാർ അന്ന് പ്രഭാഷണം നടത്തുമ്പോൾ വഴന്നു പറയുന്ന വിഷയങ്ങളിൽ പെട്ടതായിരുന്നു രോഗം വന്നാൽ ചികിത്സിക്കണം. ഇപ്പം നമ്മൾ ആരോടും പറയേണ്ടതില്ലല്ലോ. ഇപ്പൊ ചികിത്സ ഏറിയിരിക്കുന്നു എന്നാണ് ചിലർ പറയുന്നത്. വെറുതെ ആശുപത്രിയിൽ പോകാൻ തുടങ്ങി. എന്നിട്ട് ആശുപത്രി വ്യവസായം അത്രയും വളരാൻ കാരണം നമ്മൾ പറഞ്ഞ് അപ്പുറത്തെത്തി, ആവശ്യമില്ലാത്തത്ര ചികിത്സയിലെത്തി. അപ്പം എന്താ സംഭവം? ഇങ്ങനെ മനുഷ്യനെ ചൂഷണം ചെയ്യാൻ അന്ധവിശ്വാസങ്ങൾ വന്നു, അല്ലേ? ഭൂമി കുലുക്കമുണ്ടാകുന്നത്, ഭൂമി നിലനിൽക്കുന്നത് കാളക്കൊമ്പിലാണെന്നും കാള കൊമ്പ് മാറ്റുമ്പോൾ ഭൂമി കുലുങ്ങുന്നു എന്നും അത് കിതാബിലുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ സയൻസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ആ കിതാബ് പടച്ചോന്റെ കിതാബല്ല, ദൈവിക ഗ്രന്ഥമല്ല. ഗ്രഹണം സംഭവിക്കുന്നു. ഗ്രഹണം സംഭവിക്കുന്നത് വാനശാസ്ത്രം പഠിച്ചവർക്കറിയാം. സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒരേ നേർരേഖയിൽ വരുമ്പോൾ ഒന്നുകൊണ്ട് മറ്റതിൻ്റെ വെളിച്ചം കാണാതെയാകുന്നു. അതൊരു ശാസ്ത്രീയമായൊരു പ്രതിഭാസമാണ്. അതിന് നമ്മൾ വേറൊരു അർത്ഥം കൊടുത്താലോ, അതൊരു പാമ്പ് വന്ന് സൂര്യനെ വിഴുങ്ങാണ്, ഭൂമിയെ വിഴുങ്ങാണ്, അങ്ങനെ പറയാം. പക്ഷേ ശാസ്ത്രം പഠിച്ച ഒരു കുട്ടിക്ക് ഈ കാള കൊമ്പ് മാറ്റുമ്പോൾ അത് കിതാബിലുള്ളതാണ്, അങ്ങനെ ആ ഭൂമി വിളിക്കാമെന്നോ സർപ്പം വന്ന് വിഴുങ്ങിയിട്ടാണ് ഗ്രഹണം എന്നോ എന്ന് പറഞ്ഞാൽ അവന് രണ്ടാലൊരു ചോയ്സേ ഉള്ളൂ. അവൻ്റെ ശാസ്ത്രം ഉപേക്ഷിച്ചിട്ട് ഈ വിശ്വാസത്തിൽ നിൽക്കുക അത് കഴിയില്ലല്ലോ, കാരണം ശാസ്ത്രം തെളിയിക്കപ്പെട്ടതാണ്. രണ്ടാമത്തത് ഇതാണ് മതമെങ്കിൽ ഈ മതം വേണ്ടാന്ന് വെക്കുക, അതാ പിന്നെ എളുപ്പമുണ്ടാകുക. ഇപ്പം ദൈവനിഷേധികളും മതവിരുദ്ധരുമായ ആളുകൾ വളർന്നു വരുന്നതിൽ മതത്തിൻ്റെ പേരിൽ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നവർക്ക് വലിയ പങ്കുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. മതം പറയുന്നവരും പഠിപ്പിക്കുന്നവരും അവർ വലിയ ദ്രോഹമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മതത്തെ വർഗീയതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നവൻ, മതം എൻ്റെ മതം നിൻ്റെ മതം എന്ന പേരിൽ, മതത്തിൻ്റെ പേരിൽ എൻ്റെ ദൈവം നിൻ്റെ ദൈവം എന്ന പേരിൽ, ദൈവത്തിൻ്റെ പേരിൽ മതങ്ങളെക്കുറിച്ച് പറയാം, പഠിക്കാം, അത് നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാം, ആവശ്യമുള്ളവർക്ക് വായിച്ച് മനസ്സിലാക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ അതിൻ്റേതായ നിലവാരമുണ്ടാകണം. ഇപ്പം എത്ര ആളുകളുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട. എൻ്റെ ഒരു സഹപാഠി ഉണ്ടായിരുന്നു മക്കയിൽ ഞാൻ പഠിക്കുമ്പോൾ, കൊറിയക്കാരൻ. അയാളുടെ പേര് നോബോ മോറി എന്നാണ്, കൊറിയൻ നെയിം. കൊറിയല്ല, ജപ്പാനിൽ ഒന്നാണ്. അപ്പം അദ്ദേഹം ടോക്കിയോയിലെ ഇസ്ലാമിക് സെൻറ്ററിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ട് അയാളുടെ പേര് നൂറുദ്ദീൻ നോബോ മോറി എന്നാണ്. അപ്പോൾ അയാളുടെ അച്ഛനും അമ്മയും ബുദ്ധമതക്കാരാണ്, ഒരു ജ്യേഷ്ഠൻ ക്രിസ്ത്യാനിയാണ്. അപ്പോൾ അയാൾ നാട്ടിൽ പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, അയാൾ നല്ലോണം എല്ലാ ഭക്ഷണവും കഴിക്കുന്ന ആളാണ്, ചിക്കനും മട്ടനും ഒക്കെ കഴിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെ നാട്ടിലെത്തിയാൽ എന്താ ചെയ്യുക വീട്ടിൽ? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ വീട്ടിലെത്തിയാൽ എൻ്റെ അച്ഛനും അമ്മയും ജ്യേഷ്ഠനും ഒക്കെ ചിക്കനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എന്നോട് അരക്കാൻ പറയും. ഞാൻ ചോദിച്ചു, അതെന്തിനാ? അത് അവർക്കറിയാം എനിക്ക് അരക്കാത്ത ഭക്ഷണം തിന്നാൻ പാടില്ല. അവർക്കാണെങ്കിലോ അറുത്തത് തിന്നരുത് എന്നിട്ട് നിയമമില്ല, അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പം ചത്ത മാംസം തിന്നരുത് ഒരു മുസ്ലിമിന് പാടില്ല. പക്ഷെ ചത്ത മാംസം തിന്നുന്ന ആളുകളുണ്ട്, അത് അവരുടെ വിശ്വാസമോ കാര്യങ്ങളോ ആണ്. അവർക്ക് അറുത്ത മാംസം നിഷിദ്ധമല്ല. ആലോചിച്ച് നോക്കുക, ഒരു വിശാലത. അപ്പം ഈ കുട്ടിക്ക് അവന് ഭക്ഷണം കഴിക്കാൻ മറ്റുള്ളവർ, മറ്റു മതത്തിൽപ്പെട്ടവർ സൗകര്യം ചെയ്തു കൊടുക്കുന്നു എന്ന് ഞാൻ എത്രയോ തവണ പല ആരാധനാലയങ്ങളിലും, ഇപ്പോൾ വയനാട്ടിൽ മുള്ളംകൊല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ക്രിസ്ത്യൻ ചർച്ചിൻ്റെ ഉദ്ഘാടന വേളയിൽ അവിടെ ഒരു സർവ്വമത സമ്മേളനത്തിൽ പ്രഭാഷണത്തിന് ഒരു 15-20 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ക്ഷണിച്ചിരുന്നു. അവിടെ അടുത്തൊന്നും മുസ്ലിങ്ങളല്ല. അപ്പോൾ മഗ്‌രിബ് നമസ്കാരത്തിൻ്റെ സമയത്ത് ഞാൻ അവിടെ ഒരുപാട് കന്യാസ്ത്രീകളും വൈദികന്മാരും, ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ നമസ്കാര സമയമായി. എത്ര പെട്ടെന്നാണെന്നറിയാം. അവരവിടെ മുസല്ല വിരിച്ചു, വെള്ളം കൊണ്ടുവന്നു, അംഗശുദ്ധി വരുത്തി. ഞാനും എൻ്റെ കൂടെ 4-5 മുസ്ലിങ്ങളും വേർണങ്ങളും അവിടെ നമസ്കരിച്ചു. ആലുവ മലപ്പുറത്ത് ശ്രീ നാരായണ ഗുരു സ്വാമി സ്ഥാപിച്ചിട്ടുള്ള ഒരു സർവമത സമ്മേളനമുണ്ട് ശിവരാത്രി നാളിൽ. എല്ലാ ശിവരാത്രി നാളിലും 1921 തുടങ്ങിയതാണ്. അവിടെ ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ സർവമത സമ്മേളനത്തിന് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം പണ്ഡിതന്മാരെ വിളിക്കും. എന്നെ ഒരു
തവണ വിളിച്ചു അവിടെ പ്രഭാഷണത്തിന്. ചെന്നപ്പോൾ അവർ എല്ലാം ചോദിച്ചു, നമസ്കരിക്കേണ്ട സമയമായിട്ടുണ്ടോ, കാര്യങ്ങളുണ്ടോ. 1 മണിക്കൂർ സമയം. അപ്പോൾ അവരെന്നോട് ആദ്യം പറഞ്ഞു, നിങ്ങളിവിടെ വന്നിട്ട് നമ്മളിങ്ങനത്തെ സമയത്ത് പറയാം സ്നേഹം വേണം, കാരുണ്യം വേണം, അങ്ങനെ നമ്മളൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു അത് പറയാനല്ല ഞങ്ങളെ വിളിച്ചത്. ഞാൻ ചോദിച്ചു പിന്നെ എന്താ പറയേണ്ടത്? അവർ പറഞ്ഞു ഈ ഇരിക്കുന്ന ആളുകൾ, ലക്ഷത്തിലേറെ ആളുകൾ ഉണ്ടാവും, അന്ന് ഉറങ്ങൂല ആരും ശിവരാത്രിൻ്റെ അന്ന്. ഈ ആളുകൾ വന്നത് നിങ്ങളൊക്കെ പ്രസംഗം കേൾക്കാനാണ്. അപ്പം നിങ്ങൾ എന്താണ് ഇസ്ലാം എന്നാണ് ഇവിടെ പറയേണ്ടത്. ഒരു ബിഷപ്പുണ്ട്, അദ്ദേഹത്തോട് പറഞ്ഞു എന്താണ് ക്രിസ്തുവിൻ്റെ ഉപദേശം എന്നാണ് നിങ്ങൾ പറയേണ്ടത്. എന്നിട്ട് ഞങ്ങൾ പ്രസംഗം തുടങ്ങാനതിന് മുമ്പ് ഇങ്ങനെ സ്റ്റേജിലിരിക്കുമ്പോൾ, ഇപ്പോൾ ഇവിടെ ഈ ബാനർ ഉണ്ടല്ലോ, ഇതേപോലെ ഒരു ബാനർ ഈ സ്റ്റേജിൻ്റെ മുമ്പിൽ കെട്ടിയിട്ടുണ്ട്. അതിലെഴുതിയിട്ടുള്ള വാചകം സ്റ്റേജിലുള്ളവർക്ക് വായിക്കാൻ കഴിയുന്ന വിധത്തിൽ. ഇതൊക്കെ നമ്മളല്ലേ ഒരു ഫോട്ടോ എടുക്കാൻ, ഇതിനൊക്കെയാണ് ഇത് കെട്ടുന്നത്, എന്താണ് പരിപാടി എന്നറിയാൻ. അപ്പോൾ ഒരു ബാനർ ഇങ്ങനെ മുമ്പിൽ കെട്ടിയിട്ട് സ്റ്റേജിലുള്ളവർക്ക് കാണാവുന്ന വാക്കുകൾ. അതിലെഴുതി വെച്ചിട്ടുള്ള എന്താണെന്നറിയോ? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ശ്രീ നാരായണ ഗുരുവിൻ്റെ സുപ്രസിദ്ധമായൊരു വാക്കാണത്. അപ്പോൾ ഞാനത് നോക്കിയിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതിപ്പോൾ ഇവിടെ കെട്ടിയ എന്തിനാ? ഈ ആൾക്കാർക്കാണ് അങ്ങോട്ടല്ലേ കെട്ടേണ്ടത്. അപ്പോൾ നമ്മളോടാ അല്ലയോ പണ്ഡിതന്മാരെ, മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു പണ്ഡിതന്മാരെ, നിങ്ങളവിടെ വിളിച്ചു കൂട്ടിയിട്ടുള്ളത് നിങ്ങൾ തമ്മിൽ കലഹിക്കാനല്ല, വാദിക്കാനല്ല, തർക്കിക്കാനല്ല, നിങ്ങൾക്കറിയാവുന്നത് അറിയിച്ചു കൊടുക്കാനാണ് എന്ന്. ഒരു വലിയ ആശയമല്ലേ അത്? അങ്ങനെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നമ്മുടെ നാട്ടിലെ ഇതര വിഭാഗങ്ങളും അവരുടെ ആശയത്തെ മനസ്സിലാക്കി കൊടുക്കുന്നതിനുള്ള എത്ര വേദികൾ. ഇപ്പം എനിക്ക് ഇന്നലെ രാത്രി ഫോൺ വന്നത്, എൻ്റെ നാട്ടിനടുത്ത് ഒരു സ്ഥലത്ത് ഒരു ക്ഷേത്രോത്സവമുണ്ട് അടുത്ത മാസം 8-ാം തീയതി, അതിൽ വന്നിട്ട് നിങ്ങളൊരു പ്രഭാഷണം ചെയ്യണമെന്ന്. ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞു. നമ്മെ സംബന്ധിച്ചിടത്തോളം അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമുക്കറിയാവുന്നത് പറഞ്ഞു കൊടുക്കുക എന്നത് പുണ്യകർമ്മമാണ്. വലിയ മാറ്റമൊന്നും ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾ നമുക്ക് എന്തൊരു സുഖമുണ്ട്, വൈകുന്നേരം 4 മണിക്ക് ശേഷം മഗ്‌രിബ് വരെ ശാന്തമായൊരു സാഹചര്യത്തിൽ ഏറ്റവും ചുരുങ്ങിയത് വേണ്ടാത്ത വർത്താനെങ്കിലും ഒഴിവായി കിട്ടിയില്ലേ 2 മണിക്കൂർ. അല്ലെ നമ്മൾ എന്തൊക്കെ പറയും, എന്തെല്ലാം ചെയ്യും, അങ്ങാടി കശുവിശ ഉണ്ടാക്കും, കുഴപ്പമുണ്ടാക്കും, ഫിത്ന, ഫസാദ്, അസൂയ, ഗീബത്ത്, നമീമത്ത്. അപ്പോൾ ഇതിലൊരു ബർക്കത്തുണ്ടാവും. ഇങ്ങനെ ശാന്തമായിരുന്ന് നല്ല കാര്യങ്ങൾ കേൾക്കുക, ഒന്നിച്ചിരിക്കുക, സ്നേഹം പങ്കുവെക്കുക എന്നതൊക്കെ. ഏതായാലും ഈ സന്തോഷത്തിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചതിൽ പ്രത്യേകിച്ച് എനിക്ക് തിരക്കില്ലാതായത്. എന്നോട് അംസസുല്ലം ചോദിച്ചു, നിങ്ങൾക്ക് എന്താ തിരക്കില്ലാത്തത്? എപ്പോഴും തിരക്കായിരിക്കും. ഞാൻ എനിക്ക് യാതൊരു തിരക്കില്ല ഇന്ന്. അങ്ങനെയാണ് ഞാനിത് എൻ്റെ ഡയറിയിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. ഇതിനെ അങ്ങോട്ട് പോകാനുമില്ല, ഞാൻ തീരുന്നവരെ ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞത്. അത് ഒരു കൂടുതൽ സന്തോഷം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഏതായാലും ഈ നാട്ടിൻ്റെ ഒരു സാംസ്കാരിക കേന്ദ്രമായി, ഒരു കെടാവിളക്കായി, എല്ലാവർക്കും നന്മ നൽകുന്ന സഹായങ്ങളൊക്കെ വേണം. പെയിൻ പാലിയേറ്റീവ് സെൻറ്റർ വേണം, മരുന്നുകൾ നൽകുന്ന കേന്ദ്രം വേണം, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ. പള്ളിയിൽ പോയി പറഞ്ഞാൽ ഇതൊക്കെ നടക്കും എന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ഈ നാട്ടിലുള്ള എല്ലാവരെയും നിങ്ങൾ വിളിച്ചുകൊണ്ടുപോയി പള്ളി കാണിച്ചു കൊടുക്കണം. മുസ്ലിങ്ങളെയും മുസ്ലിങ്ങളല്ലാത്തവരെയൊക്കെ എന്താണ് പള്ളി, എന്താണ് ഖുർആൻ, എന്താണ് മിമ്പർ, എന്താണ് ബാങ്ക് കൊടുക്കുന്നത് ഒക്കെ എല്ലാവർക്കും അറിയാൻ അവസരം ഉണ്ടാകണം എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുന്നു. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.